ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ അമ്മൂമ്മൻ്റെ വീട്ടിൽ പോയിട്ട് വന്നേ ഉള്ളൂ. ഈ നല്ല 1 മണിയുടെ സമയത്താണ് ഞാൻ ഇത്ര വണ്ടി ഓടിച്ച് വന്നത്. നല്ല ചൂടുണ്ട്. അപ്പം നല്ല വെയിലൊക്കെ കൊണ്ട് ഫുൾ ടാൻ അടിച്ചിരിക്കുകയാണ്. എൻ്റെ കൈ തന്നെ നല്ല ടാനാണ്. അപ്പം ഞാൻ ഓർത്തു ഇപ്പം നമുക്ക് ഒരു D10 മാസ്ക് ഇടാം, പിന്നെ കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു അതിലൊരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ വന്നിട്ട് നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വെച്ചിരിക്കുകയാണ്, കാരണം നല്ല ചൂടാണ്. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗായ്സ്. അപ്പം ഗായ്സ്, ഞാൻ ആദ്യം വിചാരിച്ചു ഒരു ലൈം ജ്യൂസ് കുടിക്കാമെന്ന്. അപ്പോൾ വീട്ടിൽ തന്നെ അമ്മ ഉണ്ടാക്കി തന്നെയാണ്, അത് കുടിച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് സ്കിൻ കെയർ എന്തെങ്കിലും ചെയ്യാം, കാരണം നല്ല വെയിലായിരുന്നു പുറത്ത്, ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ടാൻ ആവും. അപ്പോൾ നമ്മൾ എപ്പോഴും അപ്പം തന്നെ റിമൂവ് ചെയ്യുന്നതാണെങ്കിൽ ആ ടാൻ വേഗം പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കുറേ നാളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ടാൻ റിമൂവ് ചെയ്യുമ്പോഴാണ് പിന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ അക്വാലോജിക്കേൻ്റെ D10ൻ്റെ ഫേസ് വാഷാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ മേടിച്ചത് കേട്ടോ. അപ്പം എനിക്കറിയില്ല, ഞാൻ ഒരുപാട് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, വല്ലപ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ ഈ ഫേസ് വാഷ്. കാരണം ഞാൻ മോസ്റ്റ്ലി നമ്മുടെ സിമ്പിളിൻ്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇത് D10ൻ്റെ അവരങ്ങനെ പ്രത്യേകം പറയുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫേസ് വാഷ് ഇപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഒരു 1 മിനിറ്റ് നമ്മൾ നല്ലോണം മുഖത്ത് നമ്മൾ നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ മാത്രമാണ് അതിന് എഫക്റ്റ് ഉള്ളതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും നന്നായിട്ട് അങ്ങനെ ഒരു 1 മിനിറ്റ് വെച്ചാലാണ് അതിനൊരു കറക്റ്റ് തന്നെ ഔട്ട്പുട്ട് വരുള്ളൂ, എന്ത് നമ്മൾ യൂസ് ചെയ്താലും. അത് കഴിഞ്ഞ് ഞാനിവിടെ നമ്മുടെ എപ്പോഴും യൂസ് ചെയ്യാറ്, ഞാൻ സെയിം പ്രോഡക്റ്റാണ് കൂടുതലും യൂസ് ചെയ്യാറ്. ഞാൻ അങ്ങനെ ന്യൂ ആയിട്ട് യൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് എൻ്റെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ പിന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. പിന്നെ എനിക്ക് അതിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നില്ല, എഫക്റ്റ് കിട്ടുന്നില്ല എന്നാണെങ്കിൽ മാത്രമാണ് ഞാൻ വേറെ ഇതിലേക്ക് ട്രൈ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ മാമ-എർത്തിൻ്റെ ഈ D10 മാസ്കാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആട്ടോ ഇത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് തന്നെ വാങ്ങിച്ചത്. അപ്പം നമ്മൾ മുഖത്ത്, കഴുത്തിൽ, പിന്നെ കയ്യിൽ, കാലിൽ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾക്കൊരു 20 മിനിറ്റ് വെക്കണം, അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ ഇവർ നമുക്ക് വീക്ക്ലി യൂസ് ചെയ്യാം, മന്ത്ലി യൂസ് ചെയ്യാം. എനിക്ക് വീക്ക്ലി യൂസ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സാധനം യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നല്ല സോഫ്റ്റ് ആവട്ടെ മുഖം, ഇത് ഇട്ടുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആവും. ഇങ്ങനെ ഭയങ്കര എനിക്കറിയില്ല, നല്ലൊരു സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യും എപ്പോഴും ഈ മാസ്ക് ഇട്ട് കഴിയുമ്പോൾ. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഷൂ ഒക്കെ നല്ല അഴുക്കുടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഷൂ കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഷൂ ഒക്കെ കഴുകാൻ പോയി. പക്ഷേ ഞാൻ കുറച്ച് നേരം കഴുകുള്ളൂ, പിന്നെ എനിക്ക് അമ്മ കഴുകി തന്നു, അതുകൊണ്ട് ഞാനത് ചെയ്തില്ല, അമ്മയാണ് ചെയ്ത് തന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗൈസ്, അപ്പം നമ്മൾ ഇനിയും ഹെയർ മാസ്ക് ഇടാൻ പോവാണ്. ഞാൻ ആദ്യം ഓയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി ഇത് വാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഹെയർ മാസ്ക് ഇടേണ്ടത്. പിന്നെ നമ്മൾ മന്ത്ലി വൺസ് ഹെയർ മാസ്ക് ഇടുന്നതാണ് നല്ലത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. ആ സെയിം മാസ്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ട് ഈ ഹെയർ മാസ്ക് ട്രൈ ചെയ്യുന്നത്, കുറേ റിവ്യൂ നോക്കിയിട്ടാണ് ഞാൻ ഈ ഹെയർ മാസ്ക് എടുത്തത്. പിന്നെ എൻ്റെ മുടിയിൽ എനിക്ക് കുറേ സ്പ്ലിറ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വാഷിൽ തന്നെ എനിക്ക് നല്ല കുറവുണ്ടായിരുന്നു സ്പ്ലിറ്റൻസിനൊക്കെ. നിങ്ങളിപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി മുടി വെട്ടാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്, ലെങ്ത് കൂട്ടണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാസ്ക് എന്തായാലും ട്രൈ ചെയ്യാം. അപ്പം അത് എന്തായാലും ഇടാം. അത് ഞാൻ തല കുളിച്ചിട്ട് വരാം. നമ്മൾ ഹെയർ മാസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മുടിയിലൊക്കെ ഭയങ്കര ചേട്ടയോ അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിട്ടിരിക്കുകയാണ് നമ്മുടെ മുടി, നമ്മൾ എന്തായാലും കേളി ഹെയർ കോംബ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ സമയത്ത് നമ്മൾ നോർമലി കോംബ് ചെയ്യുന്നപ്പോഴാണ്, കുളിക്കുന്ന സമയത്താണ്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമുക്ക് എന്നാലും നോട്ട്സ് ഒന്നും എടുത്ത് കളയാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല സിമ്പിളായിട്ട് വരും. അപ്പോൾ അതിന് എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ പൊറോസിറ്റി ആയിട്ടുള്ള ഹെയറാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഡീപ്പ് മാസ്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതേ സമയത്ത് ലോ പൊറോസിറ്റി ഹെയർ ആണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഹെയർ മാസ്കിൻ്റെ ആവശ്യം നിങ്ങൾക്ക് വരില്ല. നിങ്ങൾക്ക് സാധാരണ ഒരു കണ്ടീഷണർ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആ നോട്ട്സൊക്കെ കളയാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ എന്ത് ഹെയർ ടൈപ്പ് ആണെന്ന് ആദ്യം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഹെയർ മാസ്ക് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ മനസ്സിലാവട്ടെ, ഞാൻ ഭയങ്കര ചേട്ട കളയുന്ന ആദ്യം കാണിച്ചില്ലേ. ഇപ്പോൾ ആ ഹെയർ മാസ്ക് യൂസ് ചെയ്ത് കാരണം എനിക്ക് നല്ല സിമ്പിളായിട്ട് അതിങ്ങനെ ആ നോട്ട്സൊക്കെ കളയാൻ പറ്റി. അതാണ് ഇതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും അറ്റത്ത് നമ്മൾ ആദ്യം നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഹെയർ മാസ്ക്, കാരണം അവിടെ ആയിരിക്കും നമ്മുടെ കൂടുതലും ഹെയർ ഭയങ്കര ഡ്രൈയും ഫ്രിസി ആയിരിക്കുന്നത്. അവിടെ സ്പ്ലിറ്റൻസ് ഉണ്ടാവും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ഹെയറിൽ സ്പ്ലിറ്റൻസ് നന്നായിട്ട് കുറയാൻ കാരണം ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം.
എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. നിങ്ങൾക്ക് കിട്ടുമോ ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഹെയർ മാസ്ക് ഫുൾ അപ്ലൈ ചെയ്ത് ഇനി നിങ്ങൾക്കൊരു 10 മിനിറ്റ് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് മാക്സിമം. അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി തല നനച്ചിരിക്കണം. കാരണം ചിലപ്പോൾ വല്ല ഇതൊക്കെ വരുമോ എന്നറിയാം. വീട്ടിലിരിക്കുകയാണെങ്കിലും കുറച്ച് മോയ്സ്ചറൈസറൊക്കെ ഇട്ടിരിക്കണം. ഇപ്പോൾ ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഇപ്പം ഞാൻ പുറത്ത് പോകുമ്പോൾ മാത്രമായിരിക്കും ഞാൻ ചിലപ്പോൾ ഇങ്ങനെ മോയ്സ്ചറൈസർ ഇടുമോ അല്ലെങ്കിൽ ഞാൻ ലിപ് ബാം ഇടുമോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത് പുറത്ത് പോകുമ്പോൾ മാത്രമാണ്. പക്ഷേ ഞാൻ എൻ്റെ ജിയുടെ അവിടെ ഒരു ജിയിലൊരു കൊച്ചുണ്ട് കേട്ടോ. ആ കൊച്ച് എപ്പോൾ നോക്കിയാലും എന്നെ കാണാൻ അടിപൊളിയാണ്. അതായത് ഇപ്പോൾ രാവിലെ ഫുഡ് കഴിക്കാൻ പോയാലും എന്നെ കാണാൻ സൂപ്പറായിരിക്കും. എന്നാൽ ചുമ്മാ കടയിൽ പോകാൻ ഇറങ്ങിയാലും അതിനെ കാണാൻ സൂപ്പറായിരിക്കും. അപ്പോൾ എപ്പോൾ നോക്കിയാലും നൈസായിരിക്കും അതിനെ കാണാൻ. എന്നാൽ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുന്നത് നാച്ചുറലി നല്ലതായിരിക്കും. അപ്പം നമ്മളും അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഭയങ്കര പ്രസൻറ്റബിളായിട്ട് ഇരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കുളിച്ചിട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസറൊക്കെ ഇടാം. എനിക്ക് കുറച്ച് മാറ്റം വന്നു എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് അടിക്കണം. പിന്നെ അപ്പോൾ നമുക്ക് കുറച്ച് മോയ്സ്ചറൈസറും അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ സെറ്റഫിലിൻ്റെ ഇതാണ് ഉപയോഗിക്കുന്നത്. എനിക്കിതാണ് ഇഷ്ടം. നമുക്ക് അതിടാം. ഒരു ലിപ്സ്റ്റിക്ക് ഇടാം. ലിപ്സ്റ്റിക്ക് ഇട്ടെന്ന് വെച്ചാൽ നമുക്കൊരു കുഴപ്പമില്ല. അപ്പം നമുക്ക് അതൊക്കെ ഇടാം. അപ്പം നല്ലതായിരിക്കും. അതല്ലേ നമുക്ക് സെൽഫ് കെയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാം. പിന്നെ ഞാൻ ഇന്ന് വിചാരിക്കുന്നത് ജേർണൽ ചെയ്യാം. പിന്നെ ന്യൂ ഇയറൊക്കെയല്ലേ, അപ്പം അങ്ങനെ റെസൊല്യൂഷൻസ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. കാരണം ഞാൻ എപ്പോൾ റെസൊല്യൂഷൻ എടുത്താലും അതൊക്കെ വർക്കൗട്ട് ആവാറില്ല. അപ്പം ഞാൻ അങ്ങനെ ഒരുപാട് റെസൊല്യൂഷൻ ഒന്നും എടുക്കില്ല. പിന്നെ ഞാൻ ലാസ്റ്റ് ഇയർ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വിഷൻ ബോർഡ് ഫുള്ളി നടന്നില്ലെങ്കിലും പക്ഷേ ഒരു ഹാഫൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വിഷൻ ബോർഡ് ഉണ്ടാക്കണം. ആക്ച്വലി ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ 2025 വേണ്ടിയിട്ടൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായി. പക്ഷെ ഞാൻ ഗാലറിയിലാണ് സേവ് ചെയ്തത്. എന്നിട്ട് ഞാൻ അതായത് ഞാൻ എല്ലാ കൊളാഷൊക്കെ ഉണ്ടാക്കി, അതായത് കോളേജ് മൊത്തം ഉണ്ടാക്കി ലാസ്റ്റ് വിഷൻ ബോർഡ് കേട്ടോ. ഞാനത് ഫോട്ടോസിൽ സേവ് ചെയ്തു. എന്നിട്ട് ഞാൻ ആവശ്യമില്ലാത്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്ത സമയത്ത് അതും ഡിലീറ്റ് ചെയ്തു. അങ്ങനെ അത് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ എനിക്ക് ഇനിയും പിന്നെ ഉണ്ടാക്കണം എന്നുണ്ട്. പക്ഷേ അതിന് ടൈമില്ല. ഇന്ന് എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. ഇനിയും വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ 5 ദിവസത്തെ ലീവ് എടുത്തിട്ടാണ് വന്നത്. ഇനിയും വർക്ക് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്ന് വർക്ക് ചെയ്യും. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം ഞാൻ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷെ എനിക്ക് വീട്ടിൽ നിൽക്കുന്നതാണ് ഇഷ്ടം. കാരണം വീട്ടിൽ നിന്നാലില്ലേ എനിക്ക് ഒരു പണിയെടുക്കണ്ട. മറ്റവിടെ പോയാലും എനിക്ക് പണിയെടുക്കണം. കാരണം വീട്ടിൽ എനിക്ക് എല്ലാ പണിയും അമ്മ ചെയ്തു തരും. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് സുഖമാണ്. എല്ലാവർക്കും അങ്ങനെയല്ല. എല്ലാവരുടെ വീട്ടിൽ നിൽക്കുന്ന സുഖമില്ല. അതുപോലെ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ നല്ല സുഖമാണ്. അപ്പം ഞാൻ വീട്ടിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ ദൂരെ നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും വീട്ടിൽ വരാൻ തോന്നും, നല്ല ഫുഡ് കഴിക്കാൻ തോന്നും. അതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്യുന്നു ഇപ്പോഴത്തെ സമയം. എന്തായാലും അവിടെ പോയാൽ എനിക്ക് ജനുവരി തൊട്ട് നല്ല വർക്കുണ്ട്. ഒരുപാട് എനിക്ക് എക്സാംസ് ഉണ്ട്, ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരിക്കും. പിന്നെ എനിക്ക് നെക്സ്റ്റ് പ്രാവശ്യം നാട്ടിൽ വരണം. അതിലേക്ക് എനിക്ക് മട്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഏത് നമ്മൾ ഇങ്ങനെ നെയിൽ പോളിഷൊക്കെ അടിക്കണം. കാരണം നല്ല വൃത്തികേടില്ലേ നോക്ക്. ഇങ്ങനെ കുറച്ചൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ നല്ല സൂപ്പറായിട്ടിരിക്കണം, എന്നാലാണ് കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു. ഞാൻ കുറച്ച് പൗഡർ കൂടി ഇടാനേ വെയിറ്റ്. അത് കഴിഞ്ഞ് ഞാൻ നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളെപ്പോഴും നന്നായിട്ട് ഇരിക്കണ്ടേ. അങ്ങനെ ചുമ്മാ നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഗായ്സ് എനിക്കിനി കുറച്ച് നേരം വർക്ക് ചെയ്യാനുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓൾറെഡി കുറേ ദിവസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ശരിക്കും വെക്കേഷനല്ല, ഞാൻ 4 ദിവസം ലീവ് എടുത്തതാണ്. പക്ഷെ എന്നാലും ഞാൻ വർക്ക് ചെയ്യാണ്. അല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം കുറച്ച് നേരം വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ നൈറ്റ് ആയപ്പോൾ ഒരു ജേർണലൊക്കെ എഴുതി. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു, ഹാപ്പി ന്യൂ ഇയർ.